തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷിന്റെ കൂടെയാണോ കേരളത്തിലെ പോലീസ്? ഏറ്റവും കുറഞ്ഞത് തിരുവനന്തപുരം നഗരത്തിലെ പോലീസെങ്കിലും മേയറുടെ കൂടെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ ആണ് എന്നതിൻ്റെ സൂചനകളൊക്കെയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല സബ് ഇൻസ്പെക്ടർമാർക്ക് വീണ്ടും തിരിച്ചു കൊടുക്കുന്ന ആ പദ്ധതിയിലേക്ക് UDF സർക്കാർ പോവുകയായിരുന്നു. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ മേയർ വി രാജേഷും പങ്കെടുത്തു. അതിൽ അദ്ദേഹം നടത്തിയ ചില സൂചനകൾ അല്ലെ പരാമർശങ്ങൾ ഇത് അക്ഷരാർത്ഥത്തിൽ പോലീസിന്റെ കയ്യടി വാങ്ങിക്കൂട്ടുന്നതായിരുന്നു. ഞങ്ങൾ 6 മാസം അതായത് അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ അത് മിനിമം ഉപയോഗിക്കണമെന്നുള്ള അഭിപ്രായം ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വലിയ റെയ്ഡോ ചാനലുകളുമായിട്ടുള്ള പോക്കോ ഒന്നും നടത്തിയില്ല. ഒരു പരിധിവരെ ജനങ്ങളൊക്കെ തന്നെ കോർപ്പറേഷൻ ജീവനക്കാരെ വെച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. അപ്പോഴാണ് അങ്ങ് വലിച്ചെറിയുക, വാർത്ത വരുത്തുക, ബോധപൂർവം വാർത്ത വരിക. തീർച്ചയായിട്ടും പോലീസുമായിട്ട് സംസാരിച്ചു. രണ്ട് ആക്ഷൻ. ഒരാൾ അനധികൃതമായി മാലിന്യം ശേഖരിക്കുന്ന ഒരാളിനെ കോർപ്പറേഷൻ ജീവനക്കാർ തടഞ്ഞപ്പോഴേക്കും ഓട്ടോറിക്ഷ കയറ്റി ഇറക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുത്തു. 24 മണിക്കൂറിനകം തിരുവനന്തപുരത്തെ പോലീസ് അയാളെ തമിഴ്നാട്ടിൽ പോയി ചെന്ന് അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാക്കി. അതായത് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാലിന്യം നീക്കം ചെയ്യുന്നില്ല അല്ലെ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ മേയറെ അല്ലെങ്കിൽ ഭരണസമിതിയെ സമ്മർദ്ദത്തിലാക്കാനായിട്ട് പ്രതിപക്ഷത്തിൻ്റെ ചില ആസൂത്രിത നീക്കങ്ങളൊക്കെ ഉണ്ടായി. അതായത് സ്വകാര്യമായിട്ട് വന്ന് ഈ മാലിന്യം ശേഖരിക്കാൻ എത്തുന്നവർ ആ വണ്ടിയിൽ വന്നിട്ട് പലയിടത്തും മാലിന്യം വലിച്ചെറിഞ്ഞു, അങ്ങനെ കോർപ്പറേഷൻ്റെ പലയിടത്തും മാലിന്യം കുമിഞ്ഞുകൂടുന്നു എന്നൊക്കെ തരത്തിൽ വ്യാഖ്യാനങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചു. ഇതിനെതിരെ മേയർ പോലീസിനെ കൂട്ടിക്കൊണ്ട് ചില അന്വേഷണ നടപടികളൊക്കെ നടത്തി. അങ്ങനെ ഈ സംഭവമൊക്കെ ചെയ്ത വ്യക്തിയെ ആ വാഹനത്തെ അടക്കം പോലീസ് പിടികൂടി. മറ്റൊരു ആള് ഈ കരാറൊക്കെ ഏറ്റെടുത്തതിന് ശേഷം ഇയാളും കുറച്ച് കോർപ്പറേഷനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തി. എന്നിട്ട് ഇയാൾ തമിഴ്നാട്ടിലേക്ക് മുങ്ങുകയും ചെയ്തു. തുടർന്ന് കേരള പോലീസ് അന്വേഷിച്ച് 24 മണിക്കൂറിനുള്ളിൽ ഇയാളെ പിടികൂടി. ഇയാളുടെ വാഹനമടക്കം പിടികൂടി. 10-25 ലക്ഷം രൂപ വില വരുന്ന വാഹനം കൊണ്ട് കോർപ്പറേഷൻ്റെ മുമ്പിലിട്ടു. അതോടുകൂടി എല്ലാവരും വന്ന് ഇത് കണ്ടു. ഈ കുൽസിത പ്രവൃത്തിയിൽ നിന്ന് പിന്മാറി. അപ്പോൾ സഹായിച്ചതാരാ? കേരള പോലീസ്. അവരുടെ കയ്യടിയാണ് നേടിയത്. പിന്നെ മറ്റൊരിക്കൽ കോർപ്പറേഷനിൽ മേയറുടെ ഈ ഓഫീസിന് മുമ്പിൽ വലിയ സത്യാഗ്രഹ സമരമൊക്കെ നടന്നു. അതായത് 24 മണിക്കൂർ സമരമെന്നാണ് പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞത്. അന്നും വി രാജേഷ് പറഞ്ഞിരുന്നു, ഞാൻ വരുമ്പോൾ എനിക്ക് അകത്തേക്ക് കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കി തരണം, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അതിനെ സഹായിക്കണം. ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ 10 മണിക്ക് വരേണ്ട മേയർ ഏതാണ്ട് 12 മണിക്ക് ശേഷം അവിടെ വരുമ്പോൾ ഈ സമരക്കാർ കടത്തിവിടുന്നില്ല. മേയർ ബലം പ്രയോഗിച്ച് അകത്തേക്ക് കയറുന്നു. പിന്നീട് വരുന്ന വാർത്ത എന്താ? മേയർ ഇതാ ആക്രമിച്ചു, അതുകൊണ്ട് ഈ കേസിൽ മേയർ 1-ാം പ്രതി. എന്നിട്ട് മാധ്യമങ്ങളെല്ലാം തന്നെ ഈ മേയറുടെ റിയാക്ഷൻ എടുക്കാൻ ചെല്ലുന്നു. മേയർ അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല. രാജേഷ് പറയുന്നു, ശരിയാണ്, 10-20 വർഷമായില്ലേ ഞാൻ ഈ പൊതുപ്രവർത്തനം തുടങ്ങിയിട്ട്, കുറേ ക്രിമിനൽ കേസുണ്ട്, അതിൻ്റെ കൂടെ ഒരു കേസും കൂടെ ഞാൻ മാത്രമല്ലല്ലോ ഇവിടെ ചെയ്തത്, ഈ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് മാധ്യമങ്ങളെ കൂട്ടിയിട്ട് വലിയൊരു പ്രകമ്പനം സൃഷ്ടിക്കാനായിട്ട് വലിയൊരു ഓളത്തിന് ഒന്നും മേയർ ഇറങ്ങിത്തിരിക്കുന്നില്ല. അതാണ് മറ്റൊരു കാര്യം. ഇനി ഈ പാളയത്ത് തിരുവനന്തപുരം മാർക്കറ്റ്, അതായത് കണ്ണിമേര മാർക്കറ്റ് എന്ന് പറയാൻ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റാണ്. അവിടെ ഏതാണ്ട് 45 വർഷത്തോളമായിട്ട് CPMൻ്റെ ചില ആളുകൾ, അതായത് പ്രാദേശിക നേതൃത്വം, അവിടുത്തെ മത്സ്യക്കച്ചവടക്കാരിൽ നടക്കം അനധികൃതമായിട്ട് പണം ഈടാക്കും. അതായത് കോർപ്പറേഷന് ഒരു കുട്ട മത്സ്യം വിൽക്കുന്നതിന് അവിടെ 25 രൂപ നൽകേണ്ടി വരും. പക്ഷേ ഈ CPMൻ്റെ നേതാക്കൾ അവിടെ ചെന്നിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് 500 രൂപ വെച്ച് മേടിക്കും. അങ്ങനെ ഒരു 200 പേരുണ്ടെങ്കിൽ ഒരു ദിവസം അവർ സമ്പാദിക്കുന്നത് ഏതാണ്ട് 1 ലക്ഷം രൂപയാണ്. ഈ പദ്ധതി അങ്ങ് നിർത്തലാക്കി. കാരണം മേയറുടെ ഇടപെടൽ ഉണ്ടാകുന്നു, അവിടെ പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നു. പോലീസ് ഞങ്ങളെ സഹായിച്ചു എന്ന് മേയർ തന്നെ പറയുന്നു. സംഭവം ക്ലീനാക്കി. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പോലീസ് വളരെയധികം സഹായിക്കുകയും ഞങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ മേയറിനെ വളഞ്ഞ് എപ്പോഴും പോലീസുണ്ട്. അത് പിണറായിയുടെ കാലത്തായാലും VD സതീശൻ്റെ കാലത്തായാലും. കാരണം ആർജവമുള്ള ഒരു ഭരണാധികാരിയാണ് കോർപ്പറേഷൻ ഭരിക്കുന്നതെങ്കിൽ, അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ആ സമൂഹം മുഴുവൻ മേയർക്കൊപ്പം നിൽക്കും. കൂടാതെ ഈ നീതിയും നിയമവും ഒക്കെ സംരക്ഷിക്കേണ്ട പോലീസ് എല്ലാ സംരക്ഷണ കവചവും ഒരുക്കി മേയറുടെ കൂടെ നിൽക്കും. മേയർ വലിയൊരു ഷോമാനൊന്നും അല്ല. മേയർ പറയുന്നു, എനിക്ക് വേണമെങ്കിൽ ഈ മീഡിയയൊക്കെ കൂട്ടിക്കൊണ്ട് റെയ്ഡിന് പോകാം, അല്ലെങ്കിൽ മാലിന്യം വലിച്ചെറിയുന്നത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പോകാം, പോലീസിനെയൊക്കെ കൂട്ടിപ്പോകാം. ഇതൊന്നും എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തണം. ഇതെല്ലാം പറയുമ്പോഴും മറ്റ് ചില കാര്യങ്ങൾ കൂടി മേയർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ED ഉദ്യോഗസ്ഥർ പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ നടത്താനായിട്ട് അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഏതാണ്ട് 12,000-ഓളം CPM പ്രവർത്തകർ തുടർന്ന് വീടിന് മുന്നിൽ തടിച്ചുകൂടുന്നു.
അന്ന് ഈ റെയ്ഡെല്ലാം നടത്തിയതിന് ശേഷം ED ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് വയ്ക്കൂ, പുറത്ത് പോലീസുണ്ട്, സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. ഇവർ വാഹനത്തിൽ കയറി പുറത്തേക്ക് വന്നപ്പോഴേക്കും ഈ ഗുണ്ട മനോഭാവമുള്ള CPM പ്രവർത്തകർ കാറടിച്ചു പൊട്ടിക്കുന്നു, ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോഴും ആ കേസ് നടന്നുകൊണ്ടിരിക്കുക. അവരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്ന വളരെ ഗുരുതരമായ കേസ്. ഇതിൽപ്പെട്ട ഏതാണ്ട് 27ഓളം പ്രതികൾ ഏതാണ്ട് 60 ദിവസത്തിനകം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഒരാൾക്കും അവരെ ജാമ്യത്തിലെടുക്കാൻ പോലും സാധിച്ചില്ല. അപ്പോൾ ഇങ്ങനെ നിരുത്തരവാദപരമായ നിലപാട് കാണിച്ച പോലീസാണ് സുഗുണൻ എന്ന് പറയുന്ന കൗൺസിലറെ അറസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ ചെന്നു. സുഗുണൻ അത് അറസ്റ്റിന് വഴങ്ങിയില്ല എന്ന് പറഞ്ഞ് ഏതാണ്ട് 5-6 പേരുടെ സാന്നിധ്യത്തിൽ നിൽക്കുന്ന സുഗുണനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. അപ്പോൾ പോലീസിൻ്റെ ഇരട്ടത്താപ്പ് അവിടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മേയർ VV രാജേഷ് നടത്തുന്ന പ്രവർത്തനങ്ങൾ ജനോപകാരപ്രദമാണെന്ന് തിരിച്ചറിയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് വിങ് ഉണ്ട്. കൂടാതെ ഈ പോലീസ് സംവിധാനങ്ങളുണ്ട്. ചില ആളുകൾ അതിനൊക്കെ അപവാദമാകും, അത് സ്വാഭാവികമാകും. അടുത്ത സമയത്ത് മേയർ തിരുവനന്തപുരത്തേക്ക് ഒരു വലിയ യാത്ര നടത്തി. ഈ തിരുവനന്തപുരം സന്ദർശനത്തിൻ്റെ തുടർച്ചയായിട്ട് അമേരിക്കൻ സന്ദർശനത്തിൻ്റെ തുടർച്ചയായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്താൻ കഴിയുന്ന പദ്ധതികളെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്യുമെന്നും ആ ചർച്ചയുടെ ഫലമായിട്ട് ഇവിടെ ചില പ്രോജക്റ്റുകൾ ആരംഭിക്കാൻ പോകുന്നെന്നും മേയർ പറയുന്നു. അക്ഷരാർത്ഥത്തിൽ മേയർ ഒരു വിസ്മയമായി മാറുകയാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തെറ്റു പറയാനും കഴിയില്ല. അങ്ങനെ പോലീസിനെ കൂട്ടുപിടിച്ച് ജനങ്ങളുടെ എല്ലാം പിന്തുണ നേടിയെടുത്ത് ഈ ബ്യൂറോക്രാറ്റ്സിൻ്റെയൊക്കെ തന്നെ എല്ലാ സഹായങ്ങളോടും കൂടി കോർപ്പറേഷനെ മുന്നോട്ട് നയിക്കുന്നു. 2 തവണയാണ് ഈ കോർപ്പറേഷൻ മേയറെ പുറത്താക്കാനുള്ള നീക്കം UDFും LDFും കൂടെ നടത്തിയത്. രണ്ടും പരാജയപ്പെട്ടു പോകുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ വന്ദേമാതരം സംബന്ധിച്ചൊരു വലിയ വിവാദം നിലനിൽക്കുകയാണ്. ഈ വന്ദേമാതരം മുഴുവനായിട്ട് പാടില്ല, ഇതാണ് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നിലപാട്. അങ്ങനെ നിലപാടെടുത്തെങ്കിലും ഇപ്പോൾ കേരളത്തിൽ വന്ദേമാതരം മുഴുവനായിട്ട് പാടി കാണില്ല. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് ചില സംസ്ഥാനങ്ങളിലെ പൂർണ്ണമായി തന്നെ വന്ദേമാതരം പാടി. എന്തിന്? കോൺഗ്രസിൻ്റെ ആസ്ഥാനം നിലനിൽക്കുന്ന ഡൽഹിയിലെ AICC മന്ദിരം, അവിടെ നടന്ന പരിപാടിയിൽ മല്ലികാർജുൻ ഖാർഗെയും സോണിയയും രാഹുലുമൊക്കെ ഉണ്ടായിരുന്നു. അവിടെയും വളരെ കൃത്യമായിട്ട് തന്നെ ഈ വന്ദേമാതരം മുഴുവനായിട്ട് ആലോപിച്ചു. പലപ്പോഴും ഈ സോണിയയും അതുപോലെ തന്നെ ഖാർഗെയും ഒക്കെ കൈയും കാലും ഒക്കെ ഉയർത്തിയിട്ട് നിർത്താനൊക്കെ ആംഗ്യം കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് നിർത്തിയില്ല. കാരണം അങ്ങനെ വന്ദേമാതരത്തെ അപമാനിച്ചാൽ അത് ജയിലിൽ കിടക്കേണ്ട ഒരു കുറ്റമായി മാറും, ശിക്ഷ കിട്ടുമെന്നൊക്കെ അറിഞ്ഞതുകൊണ്ടായിരിക്കാം അതിൽ നിന്ന് മാറിയത്. ഇതേ വന്ദേമാതരം കേരളത്തിൽ ഒരു കോർപ്പറേഷനിൽ മുഴുവനായിട്ട് ആലപിച്ചു, അത് മുഴുവൻ കോർപ്പറേഷൻ അംഗങ്ങൾ ഏറ്റുപാടി എന്നൊക്കെ പറഞ്ഞാൽ അത് സംഭവിച്ചത് തിരുവനന്തപുരത്താണ്. അപ്പോൾ നാളെ ഈ വന്ദേമാതരം പാടിയ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷനായിട്ട് തിരുവനന്തപുരം ഈ പറയുന്ന രാജ്യത്തിൻ്റെ ശ്രദ്ധയിലേക്ക് മാറും. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന മേയർ എല്ലായ്പ്പോഴും ചെയ്യേണ്ട പ്രവൃത്തികൾ തനിക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലൊക്കെ ചെയ്യും. നമുക്കറിയാലോ, ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ചില വാഹനങ്ങൾ അവിടെ അനധികൃതമായിട്ട് പാർക്ക് ചെയ്യാൻ പൈസ പിരിക്കുന്നതൊക്കെ മേയർ രാജേഷ് ഇടപെട്ടാണ് അത് നിർത്തിക്കളഞ്ഞത്. അപ്പം ജനങ്ങൾക്ക് ആവശ്യമുള്ള ഈ കാര്യങ്ങൾ ഇതാണ്. അതായത് ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് കല്യാണ മണ്ഡപം കൈയടക്കി വെച്ച് CPM കൊള്ള ലാഭം ഉണ്ടാക്കുന്നു, മീൻ വിൽക്കുന്നവരെ കൊള്ളയടിച്ച് ലാഭം ഉണ്ടാക്കുന്നു, അതുപോലെ കടമുറികൾ അനധികൃതമായിട്ട് വാടകയ്ക്ക് നൽകിക്കൊണ്ട് ധാരാളം പണം സമ്പാദിക്കുന്നു. ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങളെല്ലാം തന്നെ തുടച്ചു നീക്കുകയാണ്. പകരം ഇവിടെ BJP എന്ന് പറയുന്ന കൗൺസിലർമാരുടെ ഒരു കൂട്ടായ്മയാണ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ഭരിക്കുന്നത്. അവിടെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇപ്പം നമുക്കറിയാലോ, വലിയ മഴയൊക്കെ വന്നു, പക്ഷെ തമ്പാനൂരിൽ പഴയതുപോലെയുള്ള വെള്ളക്കെട്ടൊന്നും ഉണ്ടായില്ല. എങ്ങാനും ആ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇതാ മേയർ വന്നു, വെള്ളക്കെട്ട് വീണ്ടും കൂടി എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വന്നേനെ. ഇതും രാജേഷ് പരിഹാസ രൂപേണ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ മാധ്യമങ്ങൾക്കും സ്വീകാര്യനായ ഒരാളായിട്ട് മേയറിന് മാറാനായിട്ട് സാധിച്ചു. മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ പിന്തുണ നൽകി. കാരണം ഈ പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടർമാർക്ക് ചുമതല നൽകുന്ന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പോലീസുകാരെ അഭിനന്ദിക്കുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ കോർപ്പറേഷൻ ആവശ്യപ്പെട്ട പ്രകാരം തമിഴ്നാട്ടിൽ പോയി പ്രതികളെ പിടികൂടി. ഇവിടെ അനാവശ്യമായി രാത്രിയിൽ മാലിന്യമൊക്കെ പലയിടത്തും നിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ അതിനെ പിടിക്കണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയപ്പോൾ അവർ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു. എന്തിന്? ഒരു ആഡംബര വാഹനം തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദികൾ അല്ലെ ഇതിൻ്റെ ഉടമസ്ഥനാണ് ഈ ഭരണകൂടത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് വ്യാഖ്യാനിച്ചപ്പോൾ അവിടെയും ആളുകൾ പേടിച്ചു. അങ്ങനെ എല്ലായ്പ്പോഴും ഭരണകൂടത്തെ
ഉദ്യോഗസ്ഥരെ ജനങ്ങളെയൊക്കെ കയ്യിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷന് സാധിക്കുന്നു. അമേരിക്കൻ പര്യടനത്തിൽ പോയപ്പോൾ ഒരുപാട് ട്രോളൊക്കെ ഇറങ്ങി. പക്ഷേ ആ ട്രോളിലൊന്നും ഒരു കാര്യമില്ലെന്ന് വളരെ സിമ്പിളായിട്ട് ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം പ്രൂവ് ചെയ്യുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ വന്ദേമാതരം പാടിക്കൊണ്ട് ഈ കോർപ്പറേഷൻ മറ്റ് കോർപ്പറേഷനുകൾക്കും മറ്റ് ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്കും എല്ലാം തന്നെ മാതൃകയായി മാറുകയാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഈ രാജേഷിനെ പിന്തുണച്ചത് ഇപ്പോൾ വി ഡി സതീശൻ്റെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള പോലീസ് മാത്രമാണോ? അല്ല. കഴിഞ്ഞ സമയത്ത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസും അത് ചെയ്തിരുന്നു. പക്ഷേ അവർക്ക് CPM നേതൃത്വത്തെ ഭയമായതിനാൽ പരസ്യമായി ഇക്കാര്യങ്ങൾ പുറത്തു പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ വി ഡി സതീശൻ സർക്കാർ വന്നപ്പോൾ നേരെ തിരിച്ചായി. കാരണം അവർ രാഷ്ട്രീയ പകവെച്ച് BJPയോട് പ്രവർത്തിച്ചില്ല. ആകെ ആ പകവെച്ച് പ്രവർത്തിച്ചത് ശബരിനാഥിനെ പോലെയുള്ള ഏതാനും നേതാക്കളോ CPMന്റെ ചില നേതാക്കളോ മാത്രമാണ്. അതുകൊണ്ട് രാജേഷിന്റെ പ്രവർത്തനം വളരെ സിമ്പിളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കോർപ്പറേഷനെ കൂടുതൽ മികവോടെ നയിക്കാൻ സാധിക്കുന്നുണ്ട്. എന്താവശ്യത്തിനും മേറെ വളഞ്ഞ പോലീസുമുണ്ട്. കാരണം വളരെ ആവശ്യമുള്ള ഘട്ടത്തിൽ മാത്രമേ ക്രമസമാധാന ചുമതലയുള്ള പോലീസിന്റെ സേവനം തേടുകയുള്ളൂ. ആ തേടുന്നത് മാധ്യമങ്ങളെ അറിയിച്ചൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി താൻ ശ്രമിക്കില്ല. ഇതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥർക്കും അവരുടെ ആത്മാഭിമാനം വർദ്ധിക്കും. കാരണം ഈ മേയർക്ക് വേണ്ടി ഞങ്ങൾ ഇതൊക്കെ ചെയ്യണം. സത്യത്തിൽ മേയർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ഈ മേയർ പോയിട്ട് നാളെ അടുത്ത മേയർ വരും. പക്ഷേ ആ കോർപ്പറേഷൻ്റെ ഭരണാധികാരി എന്ന നിലയിൽ VV രാജേഷ് നടത്തുന്ന വികസനോന്മുഖ പ്രവർത്തനങ്ങൾ, അവിടുത്തെ ഈ അനാവശ്യമായ ഈ വിധ്വംസക പ്രവർത്തനങ്ങളെ നിലയ്ക്ക് നിർത്താനുള്ള ശ്രമങ്ങൾ, ഇതിനെല്ലാം ഞങ്ങളും കൂടെയുണ്ടെന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വെക്കുന്നു. ഒപ്പം ഉദ്യോഗസ്ഥരും കൂടെയുണ്ട്. എന്തിന്? ജനങ്ങൾ രാഷ്ട്രീയ ഭേദമില്ലാതെ മേയറുടെ പുതിയ പ്രവർത്തനങ്ങളെ വലിയ തോതിൽ സ്വീകരിക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു ഹണിമൂൺ പീരീഡൊക്കെയാണ്. അതുകൊണ്ട് ഈ കോർപ്പറേഷൻ്റെ നീക്കം പ്രവർത്തനമൊക്കെ മാതൃകാപരമെന്ന് പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് ഭാവിയിൽ എന്നൊക്കെയുള്ളത് നമുക്ക് വീണ്ടും കാത്തിരുന്ന് കാണാം.